ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാനം ഷാനവാസും കലാഭവൻ സരികയും തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. ഇതിൽ ഷാനവാസ് പറയുന്നു, നിങ്ങൾ എന്നോട് പെരുമാറുന്ന പോലെയാണ് ഞാൻ നിങ്ങളോട് പെരുമാറുന്നത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഗ്രൂപ്പ് കളി ഞാൻ മനസ്സിലാക്കിയതാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അധികം മിണ്ടാത്തതെന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നു. അപ്പൊ സരിക പറയുന്നു, ഞാൻ അവരുടെ കൂടെ ഇരിക്കുന്നു എന്നുള്ളത് ശരിയൊക്കെ തന്നെയാണ്, അവരാണ് കംഫർട്ട് സോൺ. പക്ഷെ ഗ്രൂപ്പായിട്ട് നിന്ന് അവന്മാരെ ഇതാക്കണം അടിക്കണം എന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞങ്ങളിപ്പോ അങ്ങനെ പറയാറില്ല എന്നുള്ള രീതിയിൽ സരിക പറയുന്നു. ഞാൻ ഇതൊന്നും ഒരു വ്യക്തിവിരോധമായിട്ടൊന്നും കാണുന്നില്ല, ഇതൊക്കെ ഗെയിമാണ്. ഒരു എക്സാമ്പിൾ പറയാമല്ലോ, അനീഷ് ഇവിടെയുള്ള ആരുമായിട്ടും ഒരു കംഫർട്ട് സോൺ ഒന്നും ഉണ്ടാക്കി എടുത്തിട്ടില്ല. അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ലേ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ ആരുമായിട്ട് കോണ്ടാക്ട് വെക്കൂല എന്നാണ് പറയുന്നത്. വളരെ കിടലിനൊരു എക്സാമ്പിൾ ആണ് ഷാനവാസ പറഞ്ഞത്. ഷാനവാസും അനീഷും ഏറെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള, ആശയപരമായി ഒട്ടും ഒത്തുപോവാത്ത രണ്ടുപേരാണ്. സ്ട്രോങ് മത്സരാർത്ഥികളാണ് ഈ സീസണിലെ. അവർ വഴക്കുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരും ഈ സീസണിലെ ഭയങ്കരമായ രീതിയിലുള്ള ഒരു ഭയങ്കര റൈവൽസ് ഒന്നുമല്ല. വീക്കെൻഡില് ലാലേട്ടൻ ഷാനവാസിനെ പ്രശംസിക്കുകയുണ്ടായി. അത് ക്യാപ്റ്റൻസി കാരണമോ അല്ലെങ്കിൽ ടാസ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ടോ ഒന്നുമല്ല. അനീഷ് എന്നൊരു മത്സരാർത്ഥിയെ ഷാനവാസ് നല്ല രീതിയിൽ ഡീല് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പ്രശംസിച്ചത്. അങ്ങനെ ഒരു പ്രശംസ ലാലേട്ടന്റെ കയ്യിൽ നിന്നും കിട്ടിയ ഷാനവാസ് സ്വാഭാവികമായിട്ടും അനീഷിന്റെ ഒരു അപ്രോച്ചിനെ എപ്പോഴും ശരിവെക്കാറുണ്ട്. ബിഗ് ബോസിനകത്ത് നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സരിക പറയുന്ന പോലെ കംഫർട്ട് സോണുകൾ ഉണ്ടാക്കാൻ പോയാൽ തെറ്റ് കണ്ടാലും റിയാക്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. RJ ബിൻസിക്കൊക്കെ സംഭവിച്ചത് അതാണ്. അത് ഗെയിമിനെ ബാധിക്കും. എല്ലാവരുമായിട്ടും പരമാവധി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്ന് എല്ലാവർക്കെതിരെയും കളിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഈ പറയുന്ന ഷാനവാസ് ആണെങ്കിലും അനീഷ് ആണെങ്കിലും ഒക്കെ സ്വീകരിക്കുന്നത്. ഈ ഒരു കാര്യം ഷാനവാസ് പറഞ്ഞു സരിക പറയുന്നുണ്ട്, ഓനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തില്ലേ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കട്ടെ എന്ന്. കേട്ടപ്പോൾ ചിരി വന്നു. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ അനീഷ് എല്ലാ കാര്യത്തിലും അവിടെ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ പറയുന്ന പോലെ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ എയറിൽ നിന്നുമാണ് അനീഷ് അവിടെ കോണ്ടന്റുകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, ബ്രദർഹുഡ്, അതൊരു കിടലിനൊരു കോംബോ ആയിട്ട് വളർന്നു വരുന്നുണ്ട്. വേണ്ട സ്ഥലങ്ങളിൽ എതിർത്തും അല്ലാത്തപ്പോൾ വഴക്കുണ്ടാക്കിയും പില്ലോ എറിഞ്ഞു കളിച്ചും പിന്നെ മറ്റേ ചീത്ത വിളിച്ചും ഒക്കെ രണ്ടുപേരും പ്രേക്ഷക ഹൃദയങ്ങൾ ഓരോ സൈഡിൽ കൂടി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടേതായ രീതികളിൽ. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.